സംഭവിച്ചത് ഈ റമീസും ഈ സോനിയും തമ്മിൽ പരസ്പര ഇഷ്ടത്തിലായിരുന്നു. കല്യാണാലോചനയായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ അപ്പം മരിച്ച സമയമായിരുന്നു. അന്നേരമാണ് ഇവർ കല്യാണമായിട്ട് വന്നത് തന്നെ. അപ്പോൾ തന്നെ ഇവരുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായത്. അപ്പം മരിച്ചിട്ട് ദിവസങ്ങളായിട്ടില്ലായിരുന്നു, ഒരു മാസം ആയിട്ടില്ല. അപ്പോഴേക്കും ഇവർ കല്യാണാലോചനയായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേ ഇവരുടെ സ്വഭാവം അറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ മതം മാറണമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു. എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് അപ്പൻ്റെ ആണ്ട് കഴിയുമ്പോൾ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരമാണ് ഇവനെ ലോഡ്ജിൽ നിന്ന് പിടിച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അനാശാസ്യത്തിന് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇവളിതെങ്ങനെയാണ് കണ്ടുപിടിച്ചു, അവളുടെ വാട്സപ്പിലുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇവർ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ പറഞ്ഞു ഇനി ഞാൻ ജാതി മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളായി. ജാതി മാറില്ല എന്ന് പറഞ്ഞപ്പോഴേ പ്രശ്നങ്ങളായി. ഇത് നമ്മുടെ അടുത്ത് പറയല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ പെങ്ങൾ കൂട്ടുകാരിയുടെ അടുത്ത് പോയപ്പോൾ അവിടെ ചെന്നിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാം, അവൻ്റെ കുടുംബത്തിൽ പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കും, കുഴപ്പമില്ല, എന്നാലും നമുക്ക് രജിസ്റ്റർ മാരേജ് ജീവിക്കാമെന്നും പറഞ്ഞ് ഇവൻ അവളെ കബളിപ്പിച്ച് നേരെ ആലുവയിൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്ടു. അവൻ്റെ ഉമ്മയും വാപ്പയും പെങ്ങളും കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പൂട്ടിയിട്ട് അവളെ മാനസികമായിട്ട് ചൂഷണം ചെയ്തു. അതുകൂടാതെ അവളെ മർദ്ദിച്ചു. എന്നിട്ട് ഇവളെ പൂട്ടിയിട്ടപ്പോൾ അവിടെ നിന്ന് ഈ കൂട്ടുകാരിനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഈ ജോൺസി എന്ന് പറഞ്ഞ കൂട്ടുകാരിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, ഞാൻ വിളിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് തുറന്നു വിടാൻ പറയാൻ, എൻ്റെ വീട്ടിലാക്കാൻ പറയാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ പറഞ്ഞു പൊന്നാനിയിലേക്കുള്ള വണ്ടി റെഡിയാക്കി വെച്ചേക്കുക, നീ വന്ന് വണ്ടി കയറിയാൽ മാത്രമേ റൂമിൻ്റെ പൂട്ട് തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവളുടെ വിളിക്കുന്ന ഇവന്മാർ കേട്ടു. അപ്പോൾ ഈ കൂട്ടുകാരി അറിഞ്ഞൂല്ലോ, പുറത്തൊരാൾ അറിഞ്ഞൂല്ലോ പൂട്ടിയിട്ടേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും ഞങ്ങൾ വിളിച്ച് പറയുമല്ലോ. അതുകൊണ്ട് ഇവർ വെളുപ്പിന് കൊണ്ടുവിട്ടു. അപ്പോൾ നമ്മൾ ഇവൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാണല്ലോ എൻ്റെ അടുത്തുനിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ ചിന്തിക്കലല്ലോ, ഇവൾക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവൾ പിറ്റേന്ന് ക്ലാസ്സിൽ പോയി. അപ്പോൾ ഈ ക്ലാസ്സിൽ പോകുമ്പോൾ ഇവൾ പെട്ടെന്ന് കുളിച്ചൊക്കെ പോയി. അപ്പോൾ ഈ കൂട്ടുകാരിയുടെ അടുത്ത് ചെന്നായിരുന്നു. അപ്പോൾ കൂട്ടുകാരി മുഖത്ത് തന്നെ പാടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മർദ്ദിച്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവൾ ക്ലാസ്സിൽ പോകുന്നു ഞങ്ങൾ ജോലിക്ക് പോകുന്നു. വേറെ പ്രശ്നങ്ങളില്ലല്ലോ. ഞങ്ങൾക്കിതറിയില്ല. ഞങ്ങൾ അറിഞ്ഞത് തന്നെ ഇവളുടെ സംസ്കാരത്തിന് ശേഷം ഈ കൂട്ടുകാരി എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ടാണ് എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സംഭവമുള്ള കേസ് അറിയണത്. ആ കൂട്ടുകാരിക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. അവൾ വന്നപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് പറയുന്നത്. സൂയിസൈഡ് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പൂട്ടിയിട്ട് മർദ്ദിച്ചും അല്ലെങ്കിൽ പൂട്ടിയിട്ട് മാനസികമായിട്ട് അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ ഫാമിലി, ഉമ്മ, വാപ്പ, ഉമ്മയുടെ സ്വന്തക്കാർ, വാപ്പയുടെ സ്വന്തക്കാർ, പിന്നെ അവൻ്റെ പെങ്ങൾ, ഇവരൊക്കെ ചൂഷണം ചെയ്തു എന്നുള്ളത് നമ്മൾ നേരെ അറിയണം. ഈ കൂട്ടുകാരി പറയുമ്പോൾ ആ കൂട്ടുകാരി വന്നതിന് ശേഷമാണ് ഈ സംഭവം അറിയണം. അതുവരെ ഇവളൊരു മതം മാറണതിനെ കുറിച്ചൊരു ഇതിൽ വന്ന് നിന്നതിലൊരു ആത്മഹത്യ. പിന്നെയാണ് അനാശാസ്യത്തിൻ്റെ കേസ് അറിയണം, എല്ലാം അറിയണം. അങ്ങനെയാണ് ഇവരിത് അവളെ പൂട്ടിയിട്ട് മതം മാറാൻ വേണ്ടി പൊന്നാനിക്കല്ലാതെ വണ്ടി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ രക്ഷയില്ല, പൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് പറയുമല്ലോ. അപ്പോൾ നമ്മൾ പെങ്ങൾ പൂട്ടിയിട്ടേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ നിയമപരമായിട്ട് അല്ലെങ്കിൽ ചെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുമല്ലോ. ഇതറിയാവുന്നതുകൊണ്ട് ഇവർ കൊണ്ടുവിട്ടു. പിന്നെ ഇവൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം സ്നേഹമാണല്ലോ, അവൾക്കൊരു പ്രതീക്ഷ പിന്നെയും ജീവിക്കാന്നുള്ളത്. പക്ഷെ ഇവനയച്ചു കഴിഞ്ഞപ്പോൾ മരിക്കും എന്ന് പറഞ്ഞു. ഇവൻ്റെ വീട്ടുകാർ വന്നപ്പോൾ തന്നെ ഞാൻ പെങ്ങളുമായിട്ട് ചെറിയൊരു ഇതായി. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ വീട്ടുകാരുടെ സംസാരം ശരിയല്ല. ഇവരുടെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് മതം മാറിയിട്ട് വന്നു കഴിയുമ്പോൾ, ഞാനും അമ്മ ഇരിക്കുക, അപ്പോഴാണ് പെങ്ങളോട് പറയണം, മതം മാറിയിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മൂത്താപ്പയുടെ മകൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, സ്വന്തക്കാർ, അവർ നിൻ്റെ അടുത്ത് ചോദിക്കും എന്തിനിപ്പോൾ പുറത്തു പോയി അല്ലെങ്കിൽ എന്തിനിങ്ങനെ പോയെന്ന് ചോദിച്ച് ചിലപ്പോൾ തെറി പറയും, ചിലപ്പോൾ തല്ലിയെന്നിരിക്കും. അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പെങ്ങളെ ഞാൻ സ്വതന്ത്രമായിട്ട് വിട്ട് വളർത്താൻ. ഇപ്പോൾ ഈ കൂട്ടുകാരെ എടുത്ത് പോകണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കട വരെ പോയിട്ട് ഇപ്പോൾ അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു, അതിന് മുമ്പ് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കടയിൽ പൊക്കട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ പെങ്ങൾ എന്നെ വിളിക്കേണ്ട, അത്രയും സ്വാതന്ത്ര്യം കൊടുത്തെങ്ങനെ. അപ്പോൾ ഈ തട്ടത്തിൽ കയറിയെന്നും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒരു ബന്ധുവില്ലാത്ത ആൾ എൻ്റെ പെങ്ങളെ തല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം ഇവളുടെ സ്വഭാവം വെച്ച് ഇവളവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഇവർ തെറ്റിദ്ധരിച്ച് പെങ്ങളുടെ സ്വഭാവം ശരിയല്ല എന്ന് ആങ്ങളെ പറഞ്ഞു എന്നാക്കി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതേവരെ ഞങ്ങൾ കയ്യിൽ എഴുതിയൊരു പരാതി കൊടുത്തിട്ടില്ല. കാരണം ഇന്നലെ മരിച്ചു, ഇന്നലെ ഇത് അടക്കമൊക്കെ കഴിഞ്ഞു, പോലീസ് വന്ന് ഇൻക്വസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയല്ല. നമ്മൾ കയ്യിലായിട്ട് പരാതി ഇതേവരെ കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കും, പരാതി എന്തായാലും കൊടുക്കും.